പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ കിഫ്ബി പ്രധാന പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങി UDF. കിഫ്ബിയുടെ പേര് പറഞ്ഞ് കോടികൾ ദുർവ്യയം ചെയ്ത് പ്രചാരണായുധമാക്കുമെന്ന് നിയുക്ത UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി വഴി പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരിക്കും പ്രചരണം നടത്തുകയെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. കിഫ്ബി പദ്ധതി പറഞ്ഞു തന്നെ LDFനെ പ്രതിരോധിക്കാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. ഡോക്ടർ തോമസ് ഐസക് മണ്ഡലത്തിൽ കിഫ്ബി ചർച്ചയാക്കട്ടെ എന്ന് തന്നെയാണ് UDF ആഗ്രഹിക്കുന്നതെന്ന് നിയുക്ത UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ആന്റോ ആന്റണി പറഞ്ഞു. കിഫ്ബി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും വയലേറ്റ് ചെയ്ത് കോടിക്കണക്കിന് ഉറുപ്പിക ദുർവ്യയം ചെയ്തതിന്റെ ചരിത്രം അത് കേരള സമൂഹം ഡിസ്കസ് ചെയ്യണമെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയത് UDFന് ക്ഷീണമല്ല. UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല, ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ UDF ഇവിടെ വിജയിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,80,927 വോട്ടുകൾ നേടിയാണ് ആന്റോ ആന്റണി വിജയിച്ചത്. ശബരിമല യുവതി പ്രവേശന വിഷയം ചർച്ചയായ കഴിഞ്ഞ തവണ LDFന് ലഭിക്കേണ്ട ഒരു വലിയ ശതമാനം വോട്ടുകൾ UDFിലേക്ക് പോയി എന്ന് LDF വിലയിരുത്തിയിരുന്നു. അതേസമയം ഇപ്രാവശ്യവും വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വിജയിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.